ഹരേ കൃഷ്ണ. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. സർവം കൃഷ്ണാർപ്പണമസ്തു. ഭഗവത്ഗീത 15ാമത്തെ ചാപ്റ്റർ പുരുഷോത്തമ യോഗം. അതിലെ 7ാമത്തെ ശ്ലോകത്തെ പറ്റി മനസ്സിലാക്കാം. മമൈവംശോ ജീവലോകേ ജീവഭൂതഃ സനാതനഃ മനഃ ഷഷ്ട ഇന്ദ്രിയാണി പ്രകൃതിസ്നാനി കർഷതി. വിവർത്തനം: ഈ ഭൗതിക ലോകത്തിലെ ശരീരമുള്ള ആത്മാക്കൾ എൻ്റെ ശ്വാസിതമായ ഭാഗിക ഭാഗങ്ങളാണ്. എന്നാൽ ഭൗതിക പ്രകൃതിയാൽ ബന്ധിതരായ അവർ മനസ്സുൾപ്പെടെയുള്ള 6 ഇന്ദ്രിയങ്ങളുമായി മല്ലിടുകയാണ്. ഈ ശ്ലോകത്തിൽ കൃഷ്ണൻ പറയുന്നത് ഭൗതിക ലോകത്ത് നിലനിൽക്കുന്നവരും അദ്ദേഹത്തിൻ്റെ അംശം അല്ലെങ്കിൽ ഭാഗിക ഭാഗങ്ങളാണ് എന്നാണ്. ശരീരമുള്ള ആത്മാക്കളും ദൈവത്തിൻ്റെ ഭാഗിക ഭാഗമാണോ? ഇത് മനസ്സിലാക്കാൻ പ്രധാനമായും 2 രൂപങ്ങളുണ്ട്: ശാംശം, വിഭിന്നാംശം. ശാംശത്തെ പറ്റി മനസ്സിലാക്കാം. ഭഗവാൻ കൃഷ്ണനിൽ നിന്ന് വ്യത്യസ്തമല്ലാത്ത ദൈവത്തിൻ്റെ സംയോജിത ഭാഗങ്ങളായ എല്ലാ പ്രത്യക്ഷ രൂപങ്ങളെയും ശാംശം എന്ന് വിളിക്കുന്നു. ശ്രീരാമൻ, നരസിംഹ ഭഗവാൻ, വരാഹൻ, മത്സ്യം തുടങ്ങിയ അവതാരങ്ങൾ എന്നും അവർ അറിയപ്പെടുന്നു. വിഭിന്നാംശം: എല്ലാ ജീവാത്മാക്കളും ഈ വിഭാഗത്തിൽ പെടുന്നു. അവ നേരിട്ട് അവൻ്റെ ഭാഗങ്ങളല്ല. ഇവ അവൻ്റെ ഭൗതിക ശക്തിയിൽ നിന്നോ ജീവശക്തിയിൽ നിന്നോ രൂപം കൊള്ളുന്നു. ഈ വിഭിന്നാത്മാക്കളെ 3 തരങ്ങളായി തിരിച്ചിരിക്കുന്നു: നിത്യസിദ്ധ, സാധനസിദ്ധ, നിത്യബാധ. കഠോപനിഷത്ത് പറയുന്നു: പരാഞ്ചിഖാനി വ്യക്തൃണാത് സ്വയംഭൂ. സ്രഷ്ടാവായ ബ്രഹ്മാവ് ഇന്ദ്രിയങ്ങളുടെ ലോകത്തേക്ക് പുറത്തേക്ക് തിരിക്കുന്ന തരത്തിൽ സൃഷ്ടിച്ചിരിക്കുന്നു. അതുകൊണ്ടാണ് വിഭിന്നാംശ നിത്യബന്ധഭാഗങ്ങളെ കുറിച്ച് കൃഷ്ണൻ പറഞ്ഞത്. ഭൗതിക സ്വഭാവത്താൽ ബന്ധിതരായ ഈ ആത്മാക്കൾ മനസ്സുൾപ്പെടെയുള്ള 6 ഇന്ദ്രിയങ്ങളുമായി പോരാടുകയാണ്. താങ്ക് യു സോ മച്ച്. ഹാവ് എ നൈസ് ഡേ. ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നത് എങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്.